ഹായ് രാസ്, സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നേരെ നിങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും. കാരണം 7th വരെ പഠിച്ച രീതിയിലല്ല ഇനി നിങ്ങൾ ഹൈ സ്കൂളിലേക്കാണ് പോകുന്നത്. 8th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പം ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്, സിലബസ് മാറുന്നുണ്ട്, ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ മാറും, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെ കുറേ ചേഞ്ചസ് ആണ് നിങ്ങൾ ആദ്യം തന്നെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ ചേഞ്ചസിലൂടെയും നമ്മൾ എങ്ങനെയാണ് അക്കാദമിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ഇതൊക്കെയാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഡേ ടു സ്കൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 7 വരെ പഠിച്ച കാര്യങ്ങളുടെ കുറച്ചുകൂടി ഇൻഡെപ്ത് നോളജ് അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾ 8th പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം അതായത് സിലബസ് മാറിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് 8th കാണുന്നത്. നിങ്ങളുടെ മാർക്ക്, വെയിറ്റേജ്, അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ കോണ്ടന്റ്, ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊരു കറക്റ്റ് ഐഡിയ വേണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സയൻസ് എടുക്കുന്ന ടൈമിൽ, അതായത് സയൻസ് സബ്ജക്ട്സ്, മാത്സ്, സോഷ്യൽ, ഇതുപോലത്തെ കോർ സബ്ജക്ട്സ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ലാംഗ്വേജസിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ കൂടുതൽ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ 7th 6th നിങ്ങൾ പഠിച്ചതിൽ നിന്നും എന്തൊക്കെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്, ബേസിക് കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് വേണം നമ്മൾ സ്കൂളിലേക്ക് പോകാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. കുറച്ച് തരത്തിൽ ആക്ടിവിറ്റീസ്, എക്സ്പെരിമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതിൽ നിന്നാണ് നമ്മൾ കോണ്ടന്റ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഉത്തരം എവിടെ കിട്ടും, ഒരു ബേസിക്സ് എവിടെ നമുക്ക് കിട്ടും, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, ടെക്സ്റ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എങ്കിൽ, ഇനി അഥവാ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, അത് നമ്മുടെ യോദ്ധ ബാച്ചാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ, അതായത് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ, ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യം സൈലത്തിൻ്റെ നിങ്ങൾ 8th ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യോദ്ധ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾ ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് 8th പോകുമ്പോൾ വേണ്ട ബേസിക് കോൺസെപ്റ്റ്സ് എന്നറിയാൻ ബേസിക് സീരീസ് നമ്മുടെ ബാച്ചിൽ കിട്ടും. രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ബുക്കിനെ നല്ല രീതിയിൽ പരിചയപ്പെടാനായിട്ടും നല്ല രീതിയിൽ കോൺസെപ്റ്റ് പഠിക്കാനായിട്ടും നമുക്ക് പേൾ വീഡിയോസ്, അതായത് റെക്കോർഡഡ് വീഡിയോ സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ, ഏത് സബ്ജക്റ്റ് എടുത്തോ, ഇപ്പം നമ്മുടെ ബയോളജി, അതായത് സയൻസ് സബ്ജക്ട്സ് എടുത്തോ, മാത്സ് എടുത്തോ, സോഷ്യൽ എടുത്തോ, ലാംഗ്വേജ് എടുത്തോ, എല്ലാം നിങ്ങൾക്ക് ആപ്പിലൂടെ ഡെയിലി ലൈവ് ക്ലാസ്സിലൂടെ പഠിക്കാം. എന്തൊക്കെയാണ് 8th പഠിക്കാനുള്ളതെന്ന് നേരത്തെ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാം. അപ്പോൾ ഒന്ന് ഷൈൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ കോൺസെപ്റ്റൊക്കെ നേരത്തെ പഠിക്കാനും നിങ്ങൾക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഇനി 8th ക്ലാസ്സിൽ എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഒരു ഐഡിയയും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ആപ്പിൽ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ഓരോ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ്, മൊഡ്യൂൾ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എക്സാംസിനെ പരിചയപ്പെടാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്കൂളിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുന്നേ വേഗം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാം. ബേസ് ഇൻഫിനിറ്റി പ്രോ സീരീസും നിങ്ങൾക്കുണ്ട്. ഇൻഫിനിറ്റി പ്രോ നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ പലതരത്തിലുള്ള എൻട്രൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഒളിമ്പിയാഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫൗണ്ടേഷൻ ക്ലാസ്സസും കൂടെ ഫാൽക്കൺ ബാച്ചിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിന് നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ ബാച്ച് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് ആദ്യം തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. 10th ബോർഡ് എക്സാം ആണ് നമുക്കുള്ളത്. അതിലേക്ക് ഇപ്പോഴേ നമ്മുടെ ആ ഒരു റൂട്ട് ക്ലിയർ ആക്കി സെറ്റാക്കാം. സോ വേഗം തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് യോദ്ധ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളൂ. നല്ല അടിപൊളി ഒരു സ്കൂൾ ലൈഫ് തന്നെ എൻജോയ് ചെയ്തോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്.